വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചിട്ട് ഫലവൃക്ഷങ്ങളായിട്ടുള്ള മാവ്, പേര, അമ്പഴം ഇതൊക്കെ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഈ മഴക്കാലത്ത് അമ്പഴത്തിന്റെ ഒരു കൊമ്പില് വേര് പിടിപ്പിച്ചെടുത്തു. അത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരണേ. അപ്പൊ ഇതിന് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ചകിരിച്ചോറ് പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് കിട്ടും. ഈ ചകിരിച്ചോറ് നമ്മളൊരു ബക്കറ്റിനകത്ത് ഇട്ട് ഒരു 7 ദിവസമൊക്കെ നമ്മൾ ഇട്ട് വെക്കുക വെള്ളത്തിനകത്ത്. അപ്പൊ ഈ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചകിരിച്ചോറിലെ കറയൊക്കെ കളഞ്ഞ് നമ്മൾ പിഴിഞ്ഞെടുക്കുക. ആ പിഴിഞ്ഞെടുക്കുന്ന ചകിരിച്ചോറിനകത്ത് നഴ്സറിയിൽ നിന്ന് തന്നെ പാക്കറ്റിലാക്കിയിട്ട് ചാണകപ്പൊടി നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഈ ചാണകപ്പൊടി നമ്മൾ സെപ്പറേറ്റ് തയ്യാറാക്കി വെക്കുക. അപ്പൊ ഈ 7 ദിവസം വെള്ളത്തിലിട്ട് കറ കളഞ്ഞെടുത്തിട്ടുള്ള ആ ചകിരിച്ചോറിലേക്ക് ഈ പറയുന്ന ചാണകപ്പൊടി മിക്സ് ചെയ്ത് ഒരു ഉണ്ട പരുവത്തിനാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു റൂട്ട് ഹോർമോണാണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. നമ്മൾ ഏത് കൊമ്പാണോ വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കുന്നത് അതിന്റെ ചുറ്റും തൊലി കളഞ്ഞതിന് ശേഷം അവിടെ ഈ റൂട്ട് ഹോർമോൺ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക്, അതായത് കമ്പ്, നമ്മൾ ഏത് കമ്പാണോ വേര് പിടിപ്പിക്കണേ ആ കമ്പ് നേരെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അതിലേക്ക് ഇറക്കിയതിന് ശേഷം ഫുള്ളായിട്ട് ഈ പറയുന്ന ചാണകപ്പൊടിയും ചകിരിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ പൊടി ഫുള്ളായിട്ട് മിശ്രിതം ഫുള്ളായിട്ട് നിറയ്ക്കുക. എവിടെ തൊലി കളഞ്ഞതിന് ചുറ്റും ഈ പറഞ്ഞിട്ടുള്ള റൂട്ട് ഹോർമോൺ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു മെത്തേഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഞാനിത് മുമ്പ് മഴക്കാലത്തിന് മുമ്പ് ചെയ്തതാണ്. വേര് പിടിപ്പിച്ചു, അത് കട്ട് ചെയ്തെടുത്തു. അപ്പൊ അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് അതുപോലെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പൊ നമുക്കൊരു മാങ്ങയ്ക്ക് ഉണ്ടാവുന്ന ഒരു കൊമ്പ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിൽ അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ ചെയ്ത് വിജയിക്കുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് മുന്നേ ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് മാത്രം. അതായത് നമ്മൾ ഏത് കൊമ്പാണോ വേര് പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കൊമ്പ് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇറക്കി ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇതിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ്. അപ്പൊ ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് നമ്മൾ ഈ വേര് പിടിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഒരു 60-65 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് പുതിയൊരു തൈ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോ ഈ വീഡിയോയിൽ കണ്ടു നോക്കുക എങ്ങനെയാണ് ഇത് ചെയ്യണേ എന്നുള്ള വിധം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തണതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അമ്പഴങ്ങ മരം. അത് നല്ല വലിപ്പമുണ്ട്. എല്ലാ സമയവും നന്നായിട്ട് അമ്പഴങ്ങ ഉണ്ടാവുന്ന ഒരു മരാണ്. അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത് പരന്നിട്ട്. അപ്പൊ ആ അമ്പഴ മരത്തിന്റെ ഒരു കൊമ്പ് നമ്മള് വേര് പിടിപ്പിച്ചെടുത്തിരിക്കുകയാണ്. പഴയ പ്ലാസ്റ്റിക് കുപ്പി, നമുക്ക് ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ അനായാസം ഇതിനകത്ത് വേര് പിടിപ്പിക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോക്കോപീറ്റ്, അതായത് ചകിരിയുടെ തൊണ്ടിൽ നിന്ന് ആ ചോറ് മാത്രമായിട്ട് ഇങ്ങോട്ട് എടുത്ത് നീക്കം ചെയ്തിട്ടുള്ള ഇതൊരു പാക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഏകദേശം 100 രൂപയുടെ അടുത്തേക്കൊക്കെ വരുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ഒരെണ്ണം മേടിക്കുക. പിന്നെ ചാണകപ്പൊടി നമുക്ക് പാക്കറ്റിലായിട്ട് മേടിക്കാൻ കിട്ടും, പൊടിച്ചത്. അപ്പൊ അത് വലിയ വിലയൊന്നുമില്ല, നിസ്സാര വിലയ്ക്ക് തന്നെ നമുക്കിത് കിട്ടും. ഒരു 100 രൂപ താഴെയൊക്കെ വരുള്ളൂ ഇതിനകത്ത്. അപ്പൊ ഇത് രണ്ടും പ്ലസ് ഏതെങ്കിലും ഒരു റൂട്ട് ഹോർമോൺ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. അത് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. റൂട്ട് ഹോർമോൺ ആമസോണിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വളപ്പീടികകളിലൊക്കെ കിട്ടും. ഞാൻ ഇവിടെ റൂട്ട് ഹോർമോൺ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. റൂട്ട് ഹോർമോൺ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പൊ ഇതുപോലുള്ള ഈ ചകിരിച്ചോറ് നമ്മളൊരു 7 ദിവസം വെള്ളത്തിലിടുക. അപ്പൊ അത് അഴുകി ചീഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഞെക്കി പിഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. ആ ഒരു എന്താ പറയാ, ചകിരിച്ചോറ് മാത്രമായിട്ട് പിഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ആ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഈ ഇതിൽ കാണുന്ന ചാണകപ്പൊടിയായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ വേര് പിടിപ്പിക്കാനായിട്ട് നമുക്ക് ഫലവൃക്ഷ തൈകള് എല്ലാ ഐറ്റംസും ഒരു പരിധി വരെ നമുക്ക് ഇതുപോലെ പഴയ കുപ്പികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ വേര് പിടിപ്പിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ നേർരേഖയിലുള്ള കൊമ്പുകൾ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക, താഴെ തട്ടിലുള്ളത്. അപ്പൊ അത്യാവശ്യം വണ്ണമുള്ള
ഒരു കമ്പൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡെമോ കാണിച്ചു തരാൻ പോണത് വളരെ ചെറിയ കമ്പിലാണ്. പക്ഷെ ഞാനിവിടെ ചെയ്തിരിക്കണതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കമ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കമ്പ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം മഴക്കാലം തുടങ്ങുന്നതിന് ഒരു 2 3 മാസം മുമ്പ് തന്നെ ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഒരുക്കി നിർത്തേണ്ടതാണ്. അപ്പൊ ഇതിപ്പോ നിറച്ച ഇലയുള്ള ഒരു കമ്പാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ തലകളൊക്കെ പതുക്കെ കട്ട് ചെയ്ത് കളയണം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇതൊരു നേർക്കമ്പ് മാത്രമായി. അപ്പൊ ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇലകളൊക്കെ മാറ്റി ശരിക്കും ഒരു കമ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ നിർത്തണം. അത്യാവശ്യം ഇച്ചിരി വലിപ്പം വണ്ണം കൂടുതൽ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഞാനത് ഡെമോ കാണിക്കുന്നതുകൊണ്ട് വളരെ ചെറുത് കാണിക്കണേന്നുള്ളൂ. അപ്പൊ അത്യാവശ്യം വണ്ണമുള്ള ഒരു കമ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വേരുകൾ പിടിച്ച് നല്ല ലെവലിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെ ഒരു കമ്പ് റെഡിയാക്കി നിർത്തുക. ഇലകളൊക്കെ കളഞ്ഞ് സ്റ്റഡി ആയിട്ട് നിർത്തുക. അപ്പൊ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടില് നല്ല വലിപ്പമുള്ള ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കണതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടിലാണ്. ഇപ്പൊ അത്തരം ബോട്ടിൽ കാണിച്ചു തരാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ല. അപ്പൊ ഇതൊരു ചെറിയ ബോട്ടിലാണ് നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ നടുക്ക് ഹോള് തുളച്ചിട്ട് എന്ത് ചെയ്യണം? ഈ വേസ്റ്റ് വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മളിപ്പോ പഴയ അച്ചാർ കുപ്പിയുടെ ഒക്കെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ ഇതേപോലെ നടുക്ക് ഒരു ഹോള് തുളയ്ക്കുക, എന്നിട്ട് ഇറക്കി ഇടുക. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കുറെ കാലം. ഒരു 2 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുമേന്നൊക്കെ ശിഖരങ്ങൾ ഇങ്ങനെ വന്ന് നല്ലോണം ഇലയൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് നിൽക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കുപ്പി ഒരു ലേശം മുകളിലേക്ക് പൊന്തിച്ച് പിടിക്കുക. അതായത് ഇവിടെ ഇല വന്ന് ഫുൾ ഫില്ലാവും. അങ്ങനെ ഇല വന്ന് ഫുൾ ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ കുപ്പിയുടെ ഈ കുപ്പി ഒന്ന് നേരെ മുകളിലേക്ക് പൊന്തിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം? അതിന്റെ അടിവശത്തെ തൊലി നമ്മൾ പതുക്കെ കട്ട് ചെയ്ത് കളയാം റൗണ്ട് ഷേപ്പിൽ. അപ്പൊ ഇതുപോലെ റൗണ്ട് ആയിട്ട് എന്ത് ചെയ്യണം? തൊലി കട്ട് ചെയ്ത് കളയണം കത്തി ഉപയോഗിച്ചിട്ട്. ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കുപ്പി ഇതിൽ കെടുക്കുന്നുണ്ടായിരിക്കും. ഈ പ്ലാസ്റ്റിക് കുപ്പി കുറച്ച് മുകളിലേക്ക് പൊന്തിച്ച് പിടിച്ചിട്ട് വേണം നമുക്ക്, അതായത് ഇവിടെ മുകളിലെ ഇലകളൊക്കെ വന്ന് ഫുൾ ഫില്ലായിട്ടുണ്ടാവും. അപ്പൊ ഈ പ്ലാസ്റ്റിക് കുപ്പി മുകളിലേക്ക് പൊന്തിച്ച് പിടിച്ചിട്ട് വേണം ഇതിന്റെ തൊലി നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ കണ്ടില്ലേ, പ്ലാസ്റ്റിക് കുപ്പി കുറച്ച് മുകളിലേക്ക് പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തൊലി ഇവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തടുത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു റൂട്ട് ഹോർമോൺ ഏതെങ്കിലും ഒരെണ്ണം മാർക്കറ്റിൽ അവൈലബിൾ ആവണത് വാങ്ങിയിട്ടൊന്ന് ഈ കട്ട് ചെയ്ത് തടവി കൊടുക്കാം. അതൊന്ന് പരട്ടി കൊടുക്കാം നല്ല രീതിയിൽ. ഏതെങ്കിലും റൂട്ട് ഹോർമോൺ വാങ്ങിയിട്ട് പരട്ടി കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക? കുപ്പി താഴത്തേക്ക് ഇറക്കിയിടുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ചയായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ച് ചീഞ്ഞിട്ടുള്ള ആ ഒരു ചകിരിച്ചോറ് പിഴിഞ്ഞ് ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഫുൾ ഫില്ല് ചെയ്ത് നിറയ്ക്കുക. ഫുൾ ടൈറ്റായിട്ട് റൗണ്ട് ഫില്ലായിട്ട് നിറയ്ക്കുക. നിറച്ചതിന് ശേഷം ഒരു കടലാസ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടുക. അതായത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് ഊർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തണ്ടുമോടെ ചേർത്ത് കവർ ചെയ്ത് ഇതുപോലെ കെട്ടുക. അതിനുശേഷം ഏകദേശം ഒരു 65-70 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ബോട്ടിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇത് അത്യാവശ്യം വലുപ്പമുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിലുമ്പോൾ നിറച്ച് വേര് കാണാൻ കണ്ടോ? ഫുൾ വേരായിട്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുൾ ഫില്ലായിട്ട് ബോട്ടിൽ നിറയെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നനച്ചിട്ടുള്ള ചകിരിച്ചോറും അതേപോലെ ചാണകത്തിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് നിറയ്ക്കുക. ഏകദേശം ഒരു 65 ദിവസം. 65 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ വേര് വന്ന് തുടങ്ങും. 65 to 70 ദിവസത്തിനുള്ളിലൊക്കെ നമുക്കിത് മുറിച്ചെടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വേര് വന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഫുള്ള് വേര് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മണ്ണിലേക്ക് നടാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു കമ്പ് മാത്രമായിട്ടായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഈ കുപ്പി ഇട്ടതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു ശിഖരം വന്നു. ഇപ്പം മുളച്ച് അത്യാവശ്യം വലുപ്പത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറിച്ച് ഇവിടെ നിന്ന് നമ്മൾ ഒരു ആക്സോ ബ്ലേഡോ അല്ലെങ്കിൽ അറക്കവാളോ ഉപയോഗിച്ച് പതുക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി നമുക്ക് നടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫലവൃക്ഷങ്ങൾ വേര് പിടിച്ചെടുക്കണേ പഴയൊരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട്.